ഹലോ, കാത്തിരുന്ന് മടുത്തോ ഇത്രയും ലേറ്റ് ആയതിന്? ഇവിടെ കുട്ടികൾക്ക് തീരെ സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്. അതുകൊണ്ട് എല്ലാവരോടും ആദ്യം തന്നെ ഒരു സോറി പറയാം കേട്ടോ. നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയിട്ട് രണ്ടാമത്തെ ദിവസം രാവിലെയാണ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ജനുവരി 1, അതായത് ആണ്ടുപിറപ്പ്. അപ്പം നമ്മൾ ഹോട്ടലിലാണ് ഉള്ളത്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴെ എത്തിയിട്ടുണ്ട്. ഹോട്ടലിലെത്തി സ്റ്റേ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അവിടുത്തെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റാണ്. ഇവിടെ ആണെങ്കിൽ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പുട്ട്, കടല, ഇഡ്ഡലി, ദോശ, വട, അങ്ങനെ തുടങ്ങി കുറേ ഐറ്റംസ്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടതൊക്കെ ഞാൻ അത്യാവശ്യം ടേസ്റ്റ് ചെയ്ത് വരുമ്പം തന്നെ വയറ് നിറഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി റെഡിയായിട്ട് അമ്പലത്തിലേക്ക് പോകാൻ. ഞാൻ സാരിയൊക്കെ എടുത്തിട്ട് വന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ചിലപ്പോൾ ഹോട്ടലിലേക്ക് വന്നാൽ ടൈം പോകുന്നത് കൊണ്ട് സാരി ഉടുപ്പ് തൽക്കാലം വേണ്ടെന്ന് വെച്ച് എന്നിട്ട് ഞാനൊരു കുർത്തിയാണ് ഇട്ടേക്കുന്നത്. കുർത്തി പാൻറ്റ് സെറ്റ് ഞാനിത് നേരത്തെ ഒരു വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ വളരെ വിലക്കുറവിൽ അജിയോന്ന് വാങ്ങിച്ചത് കേട്ടോ. സ്ഥലം നാളെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇതായിരുന്നു നേരെ താമസിച്ചത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഒരു 10-10:30 ആയിട്ടുണ്ട്. ഇന്നലെ ന്യൂ ഇയർ അല്ലായിരുന്നോ? കിടക്കാൻ ഒരുപാട് താമസിച്ചു, അതുപോലെ എഴുന്നേക്കാനും. ഇവിടെ സെക്രട്ടേറിയറ്റിൽ കുറേ ആൾക്കാർ സമരം ഇരിക്കുന്നതുണ്ട്. ജനുവരി 1 അവരുടെ അവസ്ഥ ഇതാണല്ലോ എന്നോർത്ത് അങ്ങനെ ഒരു വീഡിയോ എടുത്തേ കേട്ടോ. നമ്മളെപ്പോഴും ടി വി കൂടെ അല്ലേ കാണുന്നത്, നിയമസഭാ മന്ദിരത്തിൻ്റെ മുമ്പിലും സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലും ഒക്കെ ആൾക്കാർ സമരം ഇരിക്കുന്നത്. അത് നേരിട്ട് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം, അതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ അമ്പലത്തിനടുത്ത് എത്താറായി. അപ്പോൾ നമ്മുടെ ഓട്ടോ ഓടിക്കുന്ന മാമനാണെങ്കിൽ കുറേ കഥകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് നല്ല തനി തിരുവനന്തപുരം സ്ലാങ്ങിൽ കേട്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഇത് പത്മതീർത്ഥക്കുളമാണ് അമ്പലത്തിനടുത്തുള്ള. അവിടെ എത്തുമ്പം തന്നെ നമുക്ക് ആ ഗോപുരം കാണുമ്പോൾ മനസ്സിൽ ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. ഞാൻ ആദ്യമായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അന്ന് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് അകത്തേക്ക് കയറാൻ കഴിഞ്ഞില്ല. രണ്ടാമതെത്തുന്നത് കോളേജിൽ പഠിക്കുമ്പോൾ. അന്ന് നന്നായിട്ട് കയറുകയും തൊഴുകയൊക്കെ ചെയ്തു. പിന്നീട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് മിയ ഉണ്ടായ സമയത്ത് വാവയായിട്ട് വന്നു. അന്നാണെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് തൊട്ടടുത്ത് നിന്ന് ഭഗവാനെ തൊഴാനൊക്കെ പറ്റി. പക്ഷേ ഇത്തവണ വന്നപ്പോൾ അത് ഞാൻ വഴിയെ പറയാം കേട്ടോ. അന്നൊന്നും കണ്ടിട്ടില്ലാത്തൊരു തിരക്കാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത, ഇവിടെ ചുരിദാർ ഇട്ട് നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. ഗുരുവായൂരൊക്കെ നമുക്ക് നിയമം വന്നു കയറാമെന്നെങ്കിലും ഇവിടെ അതിതുവരെ ആയിട്ടില്ല. ഇവിടെ ഇപ്പോഴും നമ്മൾ മുണ്ടെടുക്കണം, അല്ലെങ്കിൽ സാരിയോ സ്കൗട്ടോ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എന്ത് ചെയ്യാൻ, ഞാനിതല്ല ഇട്ടുകൊണ്ട് വന്നത്. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ മുണ്ട് വാങ്ങാൻ കിട്ടും, അത് വാങ്ങിച്ചെടുത്തു. ഞാനും ഹസ്ബൻഡും അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. കുട്ടികൾ പിന്നെ ഫ്രോക്ക് ആയതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ. ഇതൊക്കെ അവിടെ വെച്ചിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട്. അതിന് തന്നെ ഒരു നീണ്ട ക്യൂ നിൽക്കണം. അതുകൂടാതെ ഓരോന്നിനും ഓരോ പ്രൈസാണ്. മൊബൈൽ ഫോണിന് വേറെ പൈസ, നമ്മുടെ ബാഗിന് വേറെ പൈസ, അതുകൂടാതെ സ്മാർട്ട് വാച്ച് ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകം. പക്ഷേ ഗുരുവായൂർ ഇങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മുടെ സാധനങ്ങളിട്ട് ബാഗ് ക്ലോക്ക് റൂമിൽ കൊടുക്കുക. എന്തായാലും കുറേ നേരം ക്യൂ നിന്നതിന് ശേഷമാണ് അകത്തേക്ക് കയറിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു 50 രൂപയുടെ. പെട്ടെന്ന് അകത്ത് കയറി തൊഴാനായിട്ട്. ശിവേലി സമയമായിട്ടുണ്ടായിരുന്നു. തിരക്ക് കാരണം നമ്മൾ ഇന്നെങ്ങും തൊഴുതിറങ്ങത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ട് അകത്തുനിന്ന് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി. എന്തായാലും ഭഗവാനെ കാണാൻ പറ്റി. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ചൂടും വെയിലും ഒക്കെ ഉള്ളതുകൊണ്ട് ദാഹം പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഒരു മോരും വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മൾ അടുത്ത ലക്ഷ്യത്തിലേക്ക് പോകാൻ വന്നപ്പോഴാണ് ഇവിടെ ഒരാളിരുന്ന് മോതിരത്തിൽ പേരെഴുതുന്നത് കണ്ടത്. മിയയ്ക്ക് പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കണ്ടാൽ ഭയങ്കര ആഗ്രഹമായിടണമെന്ന്. അങ്ങനെ നമ്മൾ വിചാരിച്ചു അതിലെ ഒരെണ്ണം വാങ്ങാമെന്ന്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 50 രൂപയാട്ടോ. മിയാന്ന് എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് ട്രാവൻകൂർ മോളിലേക്കാണ്. കാരണം ഈ പുറത്ത് നടന്ന് വെയിലത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം മോളിൽ പോയി AC ആകുമ്പം അത്രയും ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഇവിടെ ഹോട്ടൽ ആസാദിൽ കയറി ലഞ്ച് കഴിക്കാമെന്ന് വെച്ച്. ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്. എവിടെ പോയാലും പിള്ളേരുടെ ചോയ്സ് ലഞ്ചിനാണെങ്കിൽ ബിരിയാണി ആയിരിക്കും. എനിക്ക് ഫിഷ് കറി മീൽസ് കഴിക്കാനായിരുന്നു ആഗ്രഹം. എന്തോ ചോറ് കഴിക്കാനൊരു കൊതി. പരിപ്പും പപ്പടവും പായസവും ഒക്കെയുള്ള ഒരു മിനി സദ്യ എന്ന് പറയാം. അതിൻ്റെ കൂട്ടത്തിൽ ഫിഷ് കറി ഉണ്ടായിരുന്നു. ഫിഷ് കറി നമ്മുടെ നാട്ടിൽ അത്രയും ടേസ്റ്റൊന്നും പോരാ, പക്ഷേ ബാക്കി കറികളെല്ലാം ഉഗ്രനായിരുന്നു. ആസാദ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹോട്ടലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എന്തായാലും കൊള്ളാം. ബിരിയാണിയും കുഴപ്പമില്ല. പിള്ളേരെന്തായാലും കഴിച്ചിട്ട് ബിരിയാണി കുറച്ച് ബാക്കി വയ്ക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഓർഡർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതിൽ നിന്ന് കഴിച്ച് നിർവൃതിയണയുക. ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കറങ്ങി വന്നപ്പോൾ സമയം 2:30 ആയി. ഇനി നമുക്ക് വളരെ കുറച്ച് സമയം തിരുവനന്തപുരത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് വാതിക്കൽ ഇങ്ങനൊരു സംഭവം കണ്ടത്. ഇത് കണ്ടപ്പോൾ തന്നെ പാറുവിന് കയറണമെന്ന് പറഞ്ഞു. എങ്കിൽ ശരി കയറിക്കോ, നമ്മളെന്തായാലും അവരുടെ സന്തോഷത്തിനും കൂടെ അല്ലേ 2 ദിവസം വന്നത്. അങ്ങനെ പാറു അതിൽ കയറി. അവിടെ വെച്ച് തന്നെ നമുക്ക് 2 ഫ്രണ്ട്സിനെയും കിട്ടി. തൊട്ടിപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഫിഷ് സ്പാ ചെയ്യുന്ന സ്ഥലം കണ്ട്. ഇത് കണ്ട ഉടനെ മിയ പറഞ്ഞു, അമ്മ എനിക്ക് കയറണം എന്ന്. അപ്പം ഞാൻ പറഞ്ഞു നീ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ പാറുവിൻ്റെ സൈഡിൽ പോയെങ്കിലും അച്ഛൻ അവളെ കയറ്റാനായിട്ട് കൊണ്ടുപോയി. അതങ്ങനെ ആയിരിക്കുമല്ലോ, മക്കൾ പറയുന്നത് എപ്പോഴും കൂടുതൽ കേൾക്കുന്നത് അച്ഛന്മാരായിരിക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ചെയ്യടാ, ധൈര്യമായിട്ട് ചെയ്യടാ, ചെയ്യേ.
എടാ ചെയ്യേ, ചിരി വരും, അതൊക്കെ ഇക്കള വീഴും. ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് അത് ചെയ്യണമെന്നും പറഞ്ഞ് ഓടിച്ചാടി കയറിയ മീയാണ്. പക്ഷെ അതിൽ കയറിയിരുന്നപ്പോൾ ആള് കാല് താഴെ കുത്തുന്നില്ല. അവൾക്ക് പേടിയായെന്ന് തോന്നി ഈ മീനുകളെല്ലാം കൂടി വന്നപ്പോൾ. ഞങ്ങൾ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു, ചെയ്യ് നല്ലതാണ്, ചെറിയ ഇക്ലിയൊക്കെ വരത്തുള്ളെന്ന്. പക്ഷെ എവിടുന്ന് കേൾക്കാൻ. 10 മിനിറ്റിന് 100 രൂപയാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞു 1 മിനിറ്റിനുള്ളിൽ മാറുകയാണെങ്കിൽ വേറെ ആർക്കെങ്കിലും ചെയ്യാമെന്ന്. എടുക്കുന്നുണ്ടോ നീ? ഇതെന്താ ഇങ്ങനെ? അയ്യോ, ഇത് പൂച്ചയൊക്കെ വന്ന് മാറിട്ട്. ക്യാരറ്റ് വേണോ? ആ 100 രൂപ ലാഭിക്കാൻ വേണ്ടി കയറിയതാണ് ഞാൻ. പക്ഷേ എനിക്ക് ആദ്യം അവിടെ നിന്ന് എണീറ്റ് ഓടാനാണ് തോന്നിയത്. മീയെ ഇത്രയും പ്രോത്സാഹിപ്പിച്ചിട്ട് ധൈര്യം വേണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയാൽ അവളുടെ അമ്മ പേടിച്ചു തൂറിയായി പോകത്തില്ലേ. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടേ? ഞാൻ അവിടെ തന്നെ കടിച്ചു പിടിച്ചിരുന്ന്. ആദ്യത്തെ കുറച്ച് സമയം നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഇല്ല, പൂച്ചയൊക്കെ വന്ന് ഉരുമുമ്പം ഇറിറ്റേറ്റ് ആകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഫീലിങ്സ് മനസ്സിലാവും. ഇത് ഉള്ള മീനെല്ലാം കൂടെ നമ്മുടെ കാലേ വന്ന് ഇങ്ങനെ കൊത്തുക, അത് നമുക്ക് ഭയങ്കര ഇക്കിളിയാകും. അയ്യോ, ഞാനിത് ടി വിയിൽ പണ്ട് കണ്ടിട്ടുണ്ട്. ലക്ഷ്മി നായരുടെ കൈരളി ചാനലിലൊരു ട്രാവലോ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, അതിൽ അവരിങ്ങനെ ഫിഷ് സ്പാ ചെയ്യുന്നത്. എനിക്ക് ഇത്രയും ഇറിറ്റേറ്റ് ആവുമെന്ന് അറിഞ്ഞില്ല. എന്തായാലും കുഴപ്പമില്ല. ആദ്യത്തെ ഒരു 10 മിനിറ്റുള്ള പ്രശ്നമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഓക്കെ ആകും. നമ്മളത് യൂസ്ഡ് ആയെന്നൊക്കെ പറയത്തില്ലേ, അത് കണക്ക്. അങ്ങനെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നേരെ വന്നിരിക്കുന്നത് പാളയം മാർക്കറ്റിലേക്കാണ്. ഇതെന്താ ഇപ്പോൾ ഇങ്ങനെയെന്ന് ചോദിച്ചാൽ, ഏട്ടായി പഠിച്ചതൊക്കെ ഇവിടെയാണ്. അപ്പോൾ ഏട്ടായി പണ്ട് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്, ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പോൾ ഞങ്ങളും ഒക്കെ പറഞ്ഞു, ഞങ്ങളും വന്നു. എനിക്കും ഇങ്ങനെയൊക്കെ നടക്കുന്ന ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞ് ചായ കുടിക്കാനൊരു കടയിൽ കയറി. ഇവിടുന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടായിരുന്നു, അത് വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചു. ഇനി നമുക്ക് വളരെ മിതമായ സമയമേ ഉള്ളൂ. കാരണം നേരെ ഹോട്ടലിൽ പോകണം, നമ്മുടെ ലഗേജ് എടുക്കണം, എന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ തിരിച്ച് വന്നപ്പോഴത്തേക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവം ഇത്തവണ നടക്കുന്നത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ വിളംബര ഘോഷയാത്രയാണ് ഈ പോകുന്നത്. കുറേ ദൂരം ഉണ്ടായിരുന്നു. കുറച്ച് സമയമായപ്പോൾ എൻ്റെ ബാറ്ററി ലോ ആയി, അതുകൊണ്ടാണ് എടുക്കാഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് ട്രെയിനിൽ കയറി. വഞ്ചനാട് എക്സ്പ്രസ്സിലായിരുന്നു. അതിൽ ഒരു AC കോച്ചുണ്ടല്ലോ. അപ്പോൾ യാത്ര സുഖമാക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമുക്ക് ടിക്കറ്റ് കിട്ടി. വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു, ഫൈനലി ഇത് കിട്ടി. അപ്പോൾ ഈ നമ്മുടെ വ്ളോഗ് ഇവിടെ കൊണ്ട് തീരുകയാണ്. ബൈ.